ईश्वरी श्रीचक्रराज सिंहासनेश्वरी श्रीललिताम्बिकये മൃഗങ്ങൾ പശുക്കളായി ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർ നമ്മുടെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് പല മതങ്ങളിലായി ജനിക്കപ്പെടുന്നതായിട്ടാണ് അല്ലെങ്കിൽ വളർന്നു വരുന്നതെന്ന് പറയുന്നത്. അതിൽ ഹിന്ദുക്കൾ കാണാം, മുസ്ലിങ്ങൾ കാണാം, ക്രിസ്ത്യൻസ് കാണാം, അങ്ങനെ പല വിധത്തിലുള്ള മതങ്ങളുണ്ടായിരിക്കാം. എല്ലാവർക്കും ഓരോ തരത്തിൽപ്പെട്ട ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ദേവസ്തുതികളും ഒക്കെ ഉണ്ടായിരിക്കാം, പ്രാർത്ഥനാ രീതികളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിക്കുന്നൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ സംഗീതം എന്ന് പറയുന്നത്. ആ സംഗീതത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായിട്ട് നാടൻ പാട്ടായാലും മാപ്പിളപ്പാട്ടായാലും ഇനി സോപാന സംഗീതമായാലും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് ഏത് തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക് ആയാലും അല്ലാത്ത നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് ആയാലും ഏത് തരത്തിലായാലും നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഒരു അന്തസത്തയുണ്ട് അല്ലെങ്കിൽ ഒരു ഭംഗിയുണ്ട് എന്നൊരു സംഭവമാണ്. അപ്പം ഒരിക്കലും ഈ പറയുന്ന സംഗീതത്തിന് ഒരു ബാരിയറായിട്ട് ഒരിക്കലും ഈ പറയുന്ന മതം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷെ മര്യാദ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സംഗീതത്തെ ഏത് രീതിക്ക് അവതരിപ്പിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന്. ഒരു തട്ടമിട്ട ഒരു കുട്ടി, ആ കുട്ടി ദേവസ്തുതി, അതായത് ഹിന്ദു മതത്തിലെ ഒരു ദൈവത്തിനെ ആരാധിച്ച് പാടുന്ന ഒരു ദേവസ്തുതി എങ്ങനെയാണ് ആലപിച്ചിരിക്കുന്നത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെ ഇന്ന് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പലവിധമായുന്നേ പാടവും മാടവും പാടിക്കൊണ്ടാടുവൻ പദമലർ ചൂടവും. പലവിധമായുന്നേ പാടവും മാടവും പാടിക്കൊണ്ടാടുവൻ പദമലർ ചൂടവും. ഉലകം മുഴുതുമെന തകമുറ കാണവും. ഉലകം മുഴുതുമെന തകമുറ കാണവും. ഒരു നിധി തരുവായി കാഞ്ചി കാമേശ്വരി. ഒരു നില തരുവായി കാഞ്ചി കാമേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആദ്യത്തെ ആ കുട്ടി എത്ര മനോഹരമായിട്ടാണ് ആ ദേവസ്തുതി ആലപിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിനകത്ത് മറ്റൊന്നും ബാധകമല്ല. ആ കുട്ടി എങ്ങനെ അതിനോട് ആദരവ് പുലർത്തുന്നു, അല്ലെങ്കിൽ എത്ര ശുദ്ധമായിട്ട് അത് പാടുന്നു എന്നുള്ളതാണ്. എത്ര അതിന് കൊടുക്കേണ്ട ഒരു ആദരവ് അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഈ സംഗീതത്തിനോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് രണ്ടാമത് ഞാൻ കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്ന് ഈ പറയുന്ന റാപ്പ് എന്ന് പറയുന്നൊരു കാര്യം എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ന്യൂ ജനറേഷനിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഒരുപോലെ ആസ്വദിക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ദേവസ്തുതികളെയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളെയൊക്കെ എടുത്തിട്ട്, കാരണം ജ്ഞാനപ്പാന പോലുള്ള കാര്യങ്ങളിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ
ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ ഏറ്റവും നല്ലത് സംഭവിക്കുന്ന തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള തത്വചിന്തകളാണ് അതിൽ മൊത്തം അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതിന് അത്രയും ഭക്തിയോടെ ആദരവോടുകൂടി മാത്രമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിലപ്പുറത്തേക്ക് ഒരു കൂത്താട്ടം പോലെ ആലപിക്കാനുള്ളതാണോ, അല്ലെങ്കിൽ ഇതുപോലെ കാണിച്ചു കൂട്ടാനുള്ളതാണോ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ആൾക്കാരുടെയും കണ്ണിലാണ് കൃത്യമായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലാണ് ഇരിക്കുന്നത് എന്തിനെ ഏത് രീതിക്ക് കാണിക്കണം, എന്ത് രീതിക്ക് കാണണം എന്നുള്ളത്. അതിലപ്പുറത്തേക്ക് ഒരിക്കലും ഈ പറയുന്ന ഏത് തരത്തിലായാലും സംഗീതത്തെ സംബന്ധിച്ചായാലും അതിന് മതം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു തരത്തിലും ഈ പറഞ്ഞ ബാധിക്കുന്നില്ല. ജാതിയോ മതമോ ബാക്കി കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് ദേശങ്ങളിൽ, അതല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ പോലും ഇവിടെ വന്ന് നമ്മുടെ മലയാളത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആരാധിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഹുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളവർ അരമുറി നിക്കറും ഇട്ടുകൊണ്ട് പോയിരുന്ന് ഈ പറയുന്ന സ്റ്റേജിൽ ഇത്തരത്തിലുള്ള റാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതുപോലത്തെ ദേവസ്തുതികളെയൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഇതുപോലത്തെ അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എടുത്ത് അവഹേളിക്കുന്ന തരത്തിലേക്ക് ഇതുപോലെ കുത്തും കോമയിട്ട് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് എത്തരത്തിലുള്ള സ്വീകാര്യമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരുപക്ഷെ സ്വീകാര്യമായിരിക്കാം. പക്ഷെ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇതിനൊക്കെ അത്രയും നല്ല രീതിക്ക് കണക്കാക്കുന്ന, അല്ലെങ്കിൽ ഒരു സംഗീതത്തെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. മ്യൂസിക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോരുത്തരും എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെ ഇന്ന് ഈ പറയുന്ന അവരുടേതായിട്ടുള്ള രീതിക്ക് മാറ്റിയെടുത്ത് പാടുന്ന ഒരുപാട് രീതിക്ക് ഈ പറയുന്ന ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ അല്ലെങ്കിൽ വായിക്കുന്നത്, അല്ലെങ്കിൽ ആ പറയുന്നത്, ആ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് എന്താണ്, താൻ എന്താണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് ഇത് എന്തെങ്കിലും കിട്ടിയാൽ മതി. അതിനകത്ത് ഈ പറയുന്ന 2 കുത്തും കോമയും 2 കുത്താട്ടവും കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആവുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഗീതത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ തോന്നിപ്പോകുന്ന വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, രീതിയാണ്, ഓക്കെ ശരിയാണ്. പക്ഷെ ഇപ്പം തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ക്ഷേത്രങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതാണ്. അവിടെയൊക്കെ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു രീതിയുണ്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പം എങ്ങനെ ആയിരിക്കും ഈ പറയുന്ന അവിടെയൊക്കെ പോയിരിക്കുന്നത്? ക്ഷേത്രങ്ങൾ പോലും ഇല്ലാതാവുമെന്നൊരു സംശയം പോലും ഉണ്ട്. അപ്പം എന്തായാലും സംഗീതം എന്ന് പറയുന്നൊരു കാര്യത്തിന് അത്രയും ഈ പറയുന്ന നമ്മുടെ തൊണ്ടയിൽ ആ ഒരു സംഗീതം വരിക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് പുണ്യം കിട്ടിയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് അനുഗ്രഹം കിട്ടിയുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ടാമത് കാണിച്ച ആ പെൺകുട്ടിയുടെ പാട്ടുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആ പെൺകുട്ടി സ്കൂളിലോ ഈ പറയുന്ന +2 അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്ത് പോലും എഴുതിയിട്ടുള്ള പാട്ടുകൾ സിനിമയിൽ വന്നിട്ടുള്ളതാണ്, മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വരികൾ പോലും എത്ര ഭംഗിയോടെയാണ് അന്ന് വായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി പാടിയിട്ടുള്ളത് എന്നൊക്കെ കേട്ടുള്ള ഒരു വ്യക്തിയാണ്, അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ പെൺകുട്ടിക്ക് ഇതുപോലൊരു പാട്ടുകൾ, പിന്നെ അവരുടെ ചോയ്സ് ആണെങ്കിൽ പോലും ഇതുപോലെ ജ്ഞാനപ്പാനയൊക്കെ എടുത്ത് ഇതുപോലത്തുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനെ പിന്താങ്ങുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ചിന്താഗതിയായിരിക്കും, നിങ്ങളുടെ രീതിയായിരിക്കും. പക്ഷേ ജ്ഞാനപ്പാന എന്ന് പറയുന്നത് അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള, അത്രയും തത്വചിന്തകൾ അടങ്ങിയിട്ടുള്ള, അത്രയും മഹത്തായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിച്ചു കീറുന്നതിന് തുല്യമാണ് ഇതൊക്കെ.